നമ്മുടെ സ്വപ്നങ്ങളെ പിന്തുടരാനുള്ള ധൈര്യം കാണിച്ചാൽ പ്രപഞ്ചം മുഴുവൻ അത് നേടിയെടുക്കാൻ നമ്മെ സഹായിക്കുമെന്ന് പറഞ്ഞത് പ്രശസ്ത എഴുത്തുകാരൻ പൗലോ കൊയ്ലോ ആണ്. ഇത് കേൾക്കുമ്പോൾ കേരളത്തിലെ കോൺഗ്രസ്സുകാരെ കുറിച്ചാണോ അദ്ദേഹം പറഞ്ഞതെന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ കഴിയില്ല. കോൺഗ്രസ്സുകാർ അങ്ങനെയാണ്. സ്വപ്നങ്ങൾക്ക് പുറകെയാണ് അവരുടെ ജീവിതം. ഇപ്പോൾ ഇതൊക്കെ പറയാൻ ഒരു കാരണമുണ്ട് കേട്ടോ. KPCC നേതൃത്വത്തിന്റെ എതിർപ്പ് മറികടന്ന് 7 കോൺഗ്രസ് MP-മാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഒരുങ്ങുന്നു അത്രേ. KC വേണുഗോപാൽ, ശശി തരൂർ, അടൂർ പ്രകാശ്, കൊടിക്കുന്നിൽ സുരേഷ്, ഷാഫി പറമ്പിൽ, NK രാഘവൻ, ആന്റോ ആന്റണി എന്നിവരാണ് മാറി മാറി കച്ചകെട്ടി അംഗത്തിനിറങ്ങാൻ ഒരുങ്ങുന്നത്. UDF-ന് ഭരണം കിട്ടുമെന്ന് ദിവാസ്വപ്നം കണ്ടാണ് പാവം MP-മാരുടെ ഈ നീക്കം. KC വേണുഗോപാലിന്റെ കണ്ണ് മുഖ്യമന്ത്രി കസേരയിലാണെങ്കിൽ മറ്റുള്ളവരുടെ ലക്ഷ്യമാകട്ടെ മന്ത്രിസ്ഥാനങ്ങളും. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഭരണം കിട്ടുമെന്നായിരുന്നു ഇവരുടെ പ്രതീക്ഷ. കൂടാതെ മന്ത്രിയുമാകാം എന്ന് കരുതി. ഇനി അവർ സ്വപ്നം കാണുന്നത് കേരളത്തിലെ ഭരണമാണ്. ശ്രീനിവാസന്റെ വാക്കുകൾ കടമെടുത്താൽ ആഹാ എന്ത് മനോഹരമായ നടക്കാത്ത സ്വപ്നം. ഇങ്ങനെ നിയമസഭയിൽ നിന്നും ലോക്സഭയിലേക്കും രാജ്യസഭയിലേക്കും ഒക്കെ കൂടുവിട്ട് കൂടുമാറുന്ന രീതി കോൺഗ്രസിന് പുതുമയല്ല. കോൺഗ്രസിന്റെ ദേശീയ നേതാവ് KC വേണുഗോപാൽ രാജസ്ഥാനിൽ നിന്നുള്ള രാജ്യസഭ അംഗമായിരുന്നു. രാഹുൽ ഗാന്ധിക്കൊപ്പം ദേശീയ തലത്തിൽ BJP എതിർക്കുന്ന വേണുഗോപാൽ പിന്നീട് ചെയ്ത പണി അറിയാമോ? 2 വർഷ കാലാവധി അവശേഷിക്കെ രാജ്യസഭ അംഗത്വം രാജിവെച്ച് ആലപ്പുഴയിൽ ലോക്സഭയിലേക്ക് മത്സരിക്കാൻ ഇറങ്ങി. പിന്നീട് സംഭവിച്ചത് എന്തായിരുന്നുവെന്ന് നോക്കാം. KC വേണുഗോപാൽ രാജിവെച്ച ഒഴിവിൽ രാജസ്ഥാനിൽ നിന്നും രാജ്യസഭയിലെത്തിയത് BJP നേതാവും കേന്ദ്രമന്ത്രിയുമായ രവനീത് സിംഗ് ബിട്ടു. അതുപോകട്ടെ, ആലപ്പുഴ ലോക്സഭയിൽ വേണുഗോപാൽ തോൽപ്പിച്ചത് ആരെയാണെന്നും നമ്മൾ അറിയണം. ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ കേരളത്തിലെ ഏക ഇടതുപക്ഷ MP ആരിഫിനെ. വേണുഗോപാലിനെ മാത്രം ഇതിൽ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. സാക്ഷാൽ രാഹുൽ ഗാന്ധി മത്സരിച്ചത് പോലും ഇടതു പാർട്ടികൾക്കെതിരെ ആയിരുന്നല്ലോ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും നമ്മൾ കണ്ടു ഇത്തരം ചില കൂടുവിട്ട് കൂടുമാറ്റങ്ങൾ. ലോക്സഭാ അംഗമായിരുന്ന മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടി നിയമസഭയിലേക്ക് മത്സരിക്കാൻ തീരുമാനിച്ചു. ഉപമുഖ്യമന്ത്രി സ്ഥാനമായിരുന്നു ലക്ഷ്യം. വടകര MP ആയിരുന്ന K മുരളീധരനും കുഞ്ഞാലിക്കുട്ടിക്ക് കൂട്ടായി എത്തി. നിയമസഭാ സീറ്റിൽ മത്സരിച്ച് മന്ത്രിയാകുകയായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. MP ആയിരുന്ന കുഞ്ഞാലിക്കുട്ടി ജയിച്ചു MLA ആയി. K മുരളീധരൻ ആകട്ടെ നേമത്ത് 3-ാം സ്ഥാനത്തും എത്തി. പിന്നീട് തൃശൂർ ലോക്സഭാ സീറ്റിൽ മത്സരിച്ചു. അവിടെയും 3-ാം സ്ഥാനത്ത് തന്നെ. പിന്നെ K മുരളീധരൻ മന്ത്രിസ്ഥാനം സ്വപ്നം കണ്ടാൽ കുറ്റം പറയാൻ പറ്റുമോ? അദ്ദേഹത്തിന്റെ പേരിൽ ഒരു റെക്കോർഡ് തന്നെ കേരളത്തിൽ എഴുതി ചേർത്തിട്ടുണ്ട്. 2004 ഫെബ്രുവരിയിൽ ആന്റണി മന്ത്രിസഭയിൽ വൈദ്യുതി മന്ത്രിയായി മുരളീധരൻ സത്യപ്രതിജ്ഞ ചെയ്തു. നിയമസഭാ അംഗമല്ലാത്തതിനാൽ വടക്കാഞ്ചേരിയിൽ നിന്ന് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. പക്ഷേ AC മൊയ്തീനോട് അദ്ദേഹം പരാജയപ്പെട്ടു. തുടർന്ന് മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്നു. ഇതോടെ MLA ആകാതെ നിയമസഭയെ അഭിമുഖീകരിക്കാത്ത സംസ്ഥാന മന്ത്രിയായ ഒരേ ഒരാളായി K മുരളീധരൻ മാറിയത് ചരിത്രം.